വനംവകുപ്പ് മേധാവിയെ മാറ്റിയേക്കുമെന്ന വാർത്ത തള്ളി മന്ത്രി എ.കെ. ശശീന്ദ്രൻ. അത്തരത്തിൽ ആലോചനയില്ല. വനംവകുപ്പിനെതിരെ ദുഷ്പ്രചാരണം നടക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു. അദ്ദേഹത്തെ മാറ്റാൻ ഒരു നീക്കവും നടന്നിട്ടില്ല. പക്ഷേ നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഇനി പിരിയാൻ കുറച്ച് കാലമേ ഉള്ളൂ. അപ്പോൾ ഉദ്യോഗസ്ഥ തലത്തിൽ എല്ലാ കാലത്തും നടക്കുന്ന ഒരു സംഭവമാണ് ഉയർന്ന തസ്തികയിലിരിക്കുന്ന ആൾ ലീവ് എടുത്താൽ ആ വേക്കൻസിയിലേക്ക് പ്രൊമോഷൻ നൽകും. അങ്ങനെയൊരു നിർദ്ദേശം ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വന്നിട്ടുണ്ട്. ആ നിർദ്ദേശത്തോട് പക്ഷേ ഗവൺമെന്റ് അനുകൂലിച്ചിട്ടില്ല. അതിൻ്റെ അർത്ഥം ഗംഗാ സിംഗിനെ ലീവ് എടുക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഒഴിഞ്ഞു പോകാനോ ഏതെങ്കിലും തരത്തിലുള്ള ആലോചന ഞങ്ങൾ നടത്തിയിട്ടില്ല. അത് തികച്ചും വനം വകുപ്പിന്റെ പ്രവർത്തനങ്ങളെ തെറ്റായ തരത്തിൽ ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളുടെ ഭാഗമായി പോയി. അത് കഷ്ടമായി പോയി എന്നാണ് എനിക്ക് പറയാനുള്ളത്. മിഥില ബാലൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന്. മിഥില, വനമന്ത്രി പറയുന്നത് എന്ത്? മിഥില, ശ്രീജിത്തെ, വനം മേധാവിയുടെ സാന്നിധ്യത്തിൽ തന്നെയാണ് ഇന്ന് വനം വകുപ്പ് മന്ത്രി ഇത്തരമൊരു പ്രതികരണം നടത്തിയത്. മുഖ്യമന്ത്രിക്ക് ഈ വനംവകുപ്പ് മേധാവിയെ മാറ്റണമെന്നാവശ്യപ്പെട്ട് വനംവകുപ്പ് മന്ത്രി കത്ത് നൽകി എന്ന തരത്തിലുള്ള വാർത്തയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഈ വാർത്തയെ വനംവകുപ്പ് മന്ത്രി പൂർണ്ണമായി തള്ളുകയാണ്. അത്തരത്തിലുള്ള ഒരു നീക്കം നടന്നിട്ടില്ല. വനംവകുപ്പിനെതിരെ നടക്കുന്ന ദുഷ്പ്രചരണമാണ് ഇത്. കഷ്ടമാണ്. സാധാരണ ഈ ഒരു സർവീസ് കാലാവധി കഴിയുമ്പോൾ വിരമിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അതിന് മുന്നോടിയായി ലീവിനൊക്കെ പോകാറുണ്ട്. എന്നാൽ അതിനു പോലും പോവരുത്, അല്ലെങ്കിൽ അത്തരം നീക്കം ഉണ്ടാകരുത് എന്ന നിർദ്ദേശമാണ് വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഗംഗാ സിംഗിന്റെ കാര്യത്തിൽ നടന്നിട്ടുള്ളത്. ഇപ്പോൾ മറിച്ചുള്ള ആരോപണങ്ങൾ, അതായത് ഇത്തരത്തിൽ കത്തു നൽകി എന്ന് തുടങ്ങിയ ആരോപണങ്ങൾ എല്ലാം തെറ്റാണ് എന്നാണ് വനംവകുപ്പ് മന്ത്രി അല്പസമയം മുമ്പ് പ്രതികരിച്ചത്. ശരി, മിഥില ബാലൻ വിവരങ്ങൾ നൽകുകയായിരുന്നു കോഴിക്കോട്ട് നിന്ന്.